ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായകനും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലുള്ള വസതിയിൽ വെച്ച് ഇന്ന് രാവിലെ 6:30 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭരണ രംഗങ്ങളിൽ അരനൂറ്റാണ്ടോളം നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് ഇന്ത്യൻ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഉയർന്നു വന്ന നേതാവാണ് ശിവരാജ് പാട്ടീൽ. ലാളിത്യം, സൗമ്യത, നിയമപരമായ കാര്യങ്ങളിലുള്ള അഗാധമായ പാണ്ഡിത്യം എന്നിവ അദ്ദേഹത്തെ സമകാലികരായ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കി. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും ലോക്സഭാ സ്പീക്കർ എന്ന നിലയിലും അദ്ദേഹം വഹിച്ച പങ്ക് ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ സുപ്രധാനമാണ്. 1970കളിൽ മഹാരാഷ്ട്ര നിയമസഭ രാജ്യത്തിലൂടെയാണ് ശിവരാജ് പാട്ടീൽ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. 1972ലും 78ലും അദ്ദേഹം ലാത്തൂർ നിയമസഭാ സീറ്റിൽ നിന്ന് വിജയിച്ച് നിയമസഭാ അംഗമായി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ അടിത്തറ നേടിയ ശേഷം അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്കും ശ്രദ്ധ തിരിച്ചു. 1980ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലാത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ ഉദയം ആരംഭിക്കുന്നത്. തുടർച്ചയായി 7 തവണ അദ്ദേഹം ലാത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തിനും രാഷ്ട്രീയ സ്ഥിരതയ്ക്കും തെളിവാണ്. 1980, 1984, 1989, 1991, 1996, 1998, 1999 എന്നീ വർഷങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പുകളിലാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. എന്നാൽ 2004ൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപതായി പാട്ടീൽ നിലങ്കേക്കറിനോട് പരാജയപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ തുടർച്ചയായ ലോക്സഭാ വിജയം തടസ്സപ്പെട്ടു. ശിവരാജ് പാട്ടീലിന്റെ ഭരണപരമായ കഴിവുകൾ നിരവധി പ്രധാനപ്പെട്ട പദവികൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകി. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ് തുടങ്ങിയ പ്രധാനമന്ത്രിമാർക്ക് കീഴിൽ അദ്ദേഹം വിവിധ സുപ്രീം വകുപ്പുകൾ കൈകാര്യം ചെയ്തു. പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഗ്രാമവികസനം, പൗരാണിക വികസനം, ജലവിഭവം, പാർലമെന്ററിലെ കാര്യങ്ങൾ തുടങ്ങിയ നിരവധി വകുപ്പുകളുടെ ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാട്ടീലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിൽ ഒന്നാണ് ലോക്സഭാ സ്പീക്കർ പദവിയായിരുന്നത്. 1991 മുതൽ 1996 വരെ അദ്ദേഹം ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവ് ഈ പദവിയിൽ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. സഭയിലെ നടപടികൾ സൗമ്യമായും നിഷ്പക്ഷമായും കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വലിയ വിജയം നേടി. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ മാതൃകാപരമായ സ്പീക്കർമാരിൽ ഒരാളായി അദ്ദേഹം ഇന്നും കണക്കാക്കപ്പെട്ടിരുന്നു. തുടർന്ന് 2004ൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1ാം UPA സർക്കാരിൽ ശിവരാജ് പാട്ടീൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി നിയമിതനായി. ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ സമയത്ത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും തീവ്രവാദ ഭീഷണികളെ നേരിടുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. എങ്കിലും 2008ലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു. പാർട്ടിയോടും രാജ്യത്തോടുമുള്ള അദ്ദേഹത്തിന്റെ ധാർമ്മികത, പ്രതിബദ്ധതയുടെ പ്രതീകമായി ഈ രാജി വിലയിരുത്തപ്പെട്ടു. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിലും സാമൂഹ്യ മേഖലകളിലും ശിവരാജ് പാട്ടീൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ലാത്തൂർ മേഖലയുടെ വികസനത്തിനായി അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു. വിദ്യാഭ്യാസ രംഗത്തും കാർഷിക മേഖലയിലും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മദേശത്തിന്റെ വളർച്ചയ്ക്കും നിർണായകമായി. ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. കേന്ദ്രമന്ത്രി പദവികൾക്ക് പുറമെ അദ്ദേഹം രാജ്യസഭാംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും നിയമപരമായ വൈവിധ്യവും രാജ്യസഭയുടെ നടപടികളും നിയമനിർമ്മാണ പ്രക്രിയയിലും നിർണായകമായിരുന്നു. പാർട്ടിക്കുള്ളിൽ എക്കാലവും അദ്ദേഹം ഒരു മുതിർന്ന ഉപദേഷ്ടാവും പ്രശംസനീയനുമായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ നിർണായകമായിരുന്നു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഉന്നത പദവികൾ വഹിക്കുമ്പോഴും ലാളിത്യവും വിനയവും കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഒരു നല്ല വായനക്കാരനും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സ്വഭാവ സവിശേഷതകൾ എതിരാളികളുടെ പോലും ബഹുമാനം പിടിച്ചുപറ്റി. ശിവരാജ് പാട്ടീലിന്റെ വിയോഗത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗം തന്നെയാണ് അവസാനിക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം പുതുതലമുറ രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠപുസ്തകമായി എന്നും നിലനിൽക്കും. രാജ്യസേവനത്തിനായി അദ്ദേഹം നടത്തിയ സമർപ്പണത്തെയും സംഭാവനകളെയും ഒരുമിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളും പൊതുസമൂഹവും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.
കോൺഗ്രസ് പാർട്ടിക്ക് ഈ നഷ്ടം നികത്താൻ കഴിയാത്ത ഒന്നാണ്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ രാജ്യം മുഴുവനും പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കരിക്കും.